ആ രീതിയിൽ അതിൻ്റെയൊക്കെ തിക്തഫലമാണ് ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഗസയിലെ കുട്ടികളുടെ കണ്ണുനീർ, ആ കണ്ണുനീരിന്റെ ഫലമാണിത് ഇപ്പോ ഈ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഇറാനെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അടിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് അപകടത്തിലേക്കാണ് പോണത്. ഇറാന്റെ ശരിക്കുള്ള ശക്തി എന്താണെന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അറിയില്ല എന്ന്. കാരണം കഴിഞ്ഞ തവണ ഇസ്രായേലിൽ നിന്ന് നേരെ ഇറാനിലേക്ക് ഒരു മിസൈൽ പോയി, ബോംബാക്രമണം പോയി. അവിടെ നിന്ന് ഇറാൻ ആക്രമണം തിരിച്ചടി തുടങ്ങിയിട്ട് അവസാനം ട്രംപ് എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇറാന്റെ ശക്തി കൃത്യമായി അറിയാവുന്ന ആ അമേരിക്കയെ വലിച്ചഴച്ച് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. നമുക്കടിക്കാം, ഇറാൻ അങ്ങനെയാണ്, ഷൂ ആണ് എന്നൊക്കെ കരുതിയിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥ. ഇപ്പോൾ ഹൂത്തികൾ കൂടി ഇറാനൊപ്പം ചേർന്നു എന്നാണ് പറയുന്നത്. ഒരു വശത്തുനിന്ന് ഹൂത്തികൾ അടിക്കുന്നു, മറുഭാഗത്തു നിന്ന് ഹിസ്ബുല്ല അടിച്ചുകൊണ്ടിരിക്കുന്നു. ഹിസ്ബുല്ലാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ പട്ടാളക്കാർ കൊല്ലപ്പെടുകയാണ്. പരിക്ക് പറ്റുന്നവരും കൊല്ലപ്പെടുന്നവരും നിരവധിയാണ്. പട്ടാളക്കാരുടെ എണ്ണം ഇല്ല എന്ന്, അതായത് ആവശ്യമുള്ള ഫോഴ്സ് ഇല്ല എന്ന് മിലിറ്ററി വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം. അത് വലിയ ഞെട്ടലാണ് ലോകത്തുണ്ടാക്കിയത്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായിട്ടാണ് കരുതിയിരുന്നത്. ഈ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ, അമേരിക്ക യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ, അതായത് ഒരു 3 ആഴ്ച മുമ്പ് വരെ, 3-4 ദിവസം കൊണ്ട് ഇറാനെ ഇഞ്ചപരുവമാക്കി ഗസയെ പോലെ ആക്കും എന്ന് കരുതിയാണ് യുദ്ധം തുടങ്ങിയത്. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇറാന്റെ തലയെടുക്കാൻ സാധിച്ചു, വലിയ ആക്രമണങ്ങൾ നടത്താൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ 3-4 ദിവസം കൊണ്ട് തീരും എന്ന് ലോകം കരുതി. ലോക മാധ്യമങ്ങളെല്ലാം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒപ്പം നിന്നു. അങ്ങനെയാണ്, പമ്പന്മാർക്കൊപ്പമാണ് സാധാരണ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ഇറാന്റെ ശക്തി എന്താണ്, ഇറാന്റെ നിലപാട് എന്താണ് എന്നാരും ചിന്തിച്ചില്ല. ഇറാന്റെ കൂടെ ആരും ഉണ്ടായതുമില്ല. എന്നാൽ ഒരാഴ്ചയ്ക്ക് ഇപ്പുറം ഇറാൻ തന്റെ സംഹാര താണ്ഡവം തുടങ്ങിയ സമയത്ത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മനസ്സിലായി ഇതൊരു നടക്കി പോകുന്നതല്ലാന്ന്. ഇന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്ട് ഗാസയ്ക്ക് തുല്യം അല്ലെങ്കിൽ അതേപോലെ ആയി മാറിയിട്ടുണ്ട് എന്നാണ് വരുന്ന ചിത്രങ്ങളും വീഡിയോകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അല്ല, ശരിക്കുള്ള വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിരന്തരം ആക്രമണമാണ്, പല വഴിക്ക് പല ഇടങ്ങളിൽ നിന്ന് ആക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇറാന്റെ ആക്രമണം, അത് ഇറാൻ പറഞ്ഞതാണ്, നിങ്ങൾ തുടങ്ങിയാൽ ഞങ്ങൾ തുടങ്ങും, ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ നിർത്തോളൂ, നിങ്ങൾ നിർത്തിയിട്ട് കാര്യമില്ല എന്ന്. അതിങ്ങനെ അടി വന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഈ 3 ആഴ്ചയ്ക്ക് ഇപ്പുറം, അതായത് ഇപ്പോ ഏകദേശം 1 മാസമാകുന്ന ഈ സമയത്ത് ഇപ്പോഴത്തെ വാർത്താ മാധ്യമങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് ഇറാൻ ദേ തീർന്നു, ദേ കാക്കമാരെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ ആൾക്കാരും, മിക്കവാറും സംഘികളും സംഘി ചാനലുകളും ക്രിസംഖികളുമായിട്ടുള്ളവരും അതുപോലെ കുറെ മുസംഖികളും ആയിട്ടുള്ള മുഴുവൻ ആൾക്കാർ, അത്തരത്തിലുള്ള വിഭാഗക്കാരും പിന്നെ ഇറാൻ എന്നൊരു മുസ്ലിം രാജ്യമായതുകൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നവരും എല്ലാം ഇന്ന് വാർത്ത മാറ്റി പറഞ്ഞു തുടങ്ങി. ഇന്ന് ഇറാന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട്, കാരണം ഇറാന് വേണ്ടിയിട്ട് സംസാരിച്ചാലേ റീച്ച് കിട്ടൂ, സത്യം വിളിച്ചു പറഞ്ഞാലേ റീച്ച് കിട്ടുന്നൊരു അവസ്ഥയിലെത്തി. കാരണം എത്രയൊക്കെ ഇസ്രായേലിനെയും അമേരിക്കയും വെളുപ്പിക്കാൻ നിന്നിട്ടും ആദ്യമൊക്കെ അത് സാധിച്ചിരുന്നു. കാരണം ആദ്യമൊക്കെ ഇസ്രായേലിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നില്ല, വളരെയധികം സെൻസർഷിപ്പ് ആയിരുന്നു. ദൃശ്യങ്ങളും വാർത്തകളും പുറത്തേക്ക് പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ മാറി, അവിടെയുള്ള ദൃശ്യങ്ങളെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങി. ഗാസയേക്കാൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ആ സാഹചര്യങ്ങൾ കണ്ടപ്പോൾ പിന്നെ വാർത്ത പുറത്തു വിടാതിരിക്കാൻ അല്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. 1 മാസം കഴിയുമ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലയെന്ന് പരിശോധിച്ചാൽ ഏകദേശം 1 മാസം മുമ്പ്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി ഇസ്രായേലും അമേരിക്കയുമായിരുന്നു. എന്നാൽ 1 മാസം കഴിഞ്ഞപ്പോഴോ, എണ്ണിക്കൊണ്ട് 30 ദിവസം കഴിഞ്ഞ് ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി ഇറാനായി മാറിയിരിക്കുകയാണ്. അമേരിക്ക എന്നൊരു ചുക്കുമല്ല, അമേരിക്കയും ഇസ്രായേലും ഒന്നുമല്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക ശക്തി ആരും അംഗീകരിക്കുന്നുമില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ നാറ്റോ സഖ്യത്തിന്റെ സഹായം തേടിയപ്പോഴത്തേക്ക് പോയി പണി നോക്കാൻ പറഞ്ഞത്. അതുപോലെ ബ്രിട്ടനും ഫ്രാൻസും, സാധാരണഗതിയിൽ അമേരിക്ക എന്ത് ചെയ്താലും കൂടെ ഉണ്ടാകുന്ന രാജ്യങ്ങളാണ്, സഖ്യരാജ്യങ്ങളാണ്. പക്ഷെ ആരും തന്നെ അമേരിക്കയുടെ വാക്കും കേട്ടുകൊണ്ട് ഇറാനെ അടിക്കാൻ വന്നില്ല. കാര്യം അവർക്കറിയാം, ഇറാനെ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്കും അടി കിട്ടും, അതോടുകൂടി അവരുടെ കാര്യം തീരുമാനമാകുമെന്ന്. ആരെങ്കിലും ചെന്ന് എഴുതിയിൽ കൊണ്ടുവന്ന് തല കൊണ്ടുവന്ന് വെക്കില്ല. കാരണം അവർക്ക് മനസ്സിലായി ഇറാൻ എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ കാണുന്നത് പോലെ പ്രചരിപ്പിച്ച പാശ്ചാത്യ മാധ്യമങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചതുപോലെയുള്ള പണ്ട് ഏതാണ് ജാംബവന്റെ കാലത്ത് ജീവിക്കുന്ന അപരിഷ്കൃത സമൂഹമല്ല ഇറാൻ എന്ന് പറയുന്നത്. അവർ ഈ കാലഘട്ടത്തില്
സ്വയം പരിപ്തതയോടുകൂടി അവർ നിൽക്കാൻ പ്രാപ്തിയുള്ള ത്രാണിയുള്ള ഒരു രാജ്യമാണ്. പിന്നെ അവരുടെ മേലുള്ള ഉപരോധം അത് കാരണം അവർക്ക് ലോകത്ത് മറ്റ് രാജ്യങ്ങളുമായി ഇടപെടാനുള്ള ചില പരിധികളും പരിമിതികളും ഉണ്ട്. അതുണ്ടായിരുന്നു 10-40 കൊല്ലമായി ആ ഒരു ഉപരോധം തുടങ്ങിയിട്ട് അതുണ്ടായിരുന്നു. ഇപ്പോ ട്രംപായിട്ട് തോറ്റ് തുന്നം പാടിയപ്പോൾ അത് നീക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടപാടുകൾ ഡോളറിലും അല്ലാതെയും ഒക്കെ അവർ നടത്തുന്നുമുണ്ട്. നല്ല സാമ്പത്തിക ലാഭമാണ് ഇപ്പോൾ ഇറാന് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് അത് പറയാം. ഇറാഖിനെയും ഇറാനെയും ഒരേ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒരുപോലെ കണ്ടു എന്നതാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. കാര്യം ഇറാഖിനെ കയറി ആക്രമിച്ചപ്പോൾ അവരുടെ രാഷ്ട്രത്തലവനെ വധിച്ചപ്പോൾ തന്നെ ഇറാഖിനെ അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇറാന്റെ രാഷ്ട്രത്തലവനെ തന്നെ ആദ്യം വധിച്ചത്. അതായത് അന്നേ ദിവസമോ പിറ്റെന്നോ ഇറാനെ കൈപ്പിടിയിൽ ഒതുക്കണം, അതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് നടന്നില്ല. ഇറാൻ മറ്റൊന്നാണ് എന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ്. അതായത് വെറും സീറോയാണെന്ന് പ്രചരിപ്പിച്ചത് അത് ഹീറോയാണ്, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറമാണ് എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മനസ്സിലായി. ലോക മാധ്യമങ്ങൾ, നമ്മുടെ ഈ നാട്ടിലുള്ള യൂട്യൂബ് ചാനലുകളും മറ്റു ചാനലുകളും എല്ലാം പ്രചരിപ്പിച്ചത് ഇറാനെ അടിക്കാൻ ഇസ്രായേലും കൂടി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരൊറ്റ അടിയിൽ തന്നെ തീരും, 3-4 ദിവസം കൊണ്ടൊക്കെ തീരുമെന്ന് വലിയ വാർത്തകൾ അതിപ്പോഴും ചാനലിൽ കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ടത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ കിടപ്പുണ്ട്. ഇന്ന് ആ വാർത്തകൾ എടുത്തുവെച്ച് നോക്കുമ്പോൾ ആ ചാനലുകൾ ഇന്ന് പറയുന്ന വാർത്തയും അന്ന് പറയുന്ന വാർത്തകളും തമ്മിൽ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഡിഫറെന്റ് ആംഗിൾസിൽ ഞാൻ തന്നെ വീഡിയോ ചെയ്തപ്പോൾ ആദ്യം ഇറാന്റെ ഭാഗത്താണ് ന്യായമെന്നും ഇറാൻ ആരെയും കയറി അങ്ങോട്ട് അടിച്ചിട്ടില്ല എന്നും ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ അടി തുടങ്ങുമെന്നും ഇറാൻ ആയുധങ്ങൾ ശേഖരിച്ച് വച്ചിട്ടുണ്ടാകാമെന്ന്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇറാഖിനെ പറ്റിയത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ അടി തങ്ങൾക്ക് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് അന്ന് മുതൽ ഇറാഖിനെ അമേരിക്ക അടിച്ച അന്ന് മുതൽ ആയുധങ്ങൾ ഉണ്ടാക്കി കൂട്ടിവെച്ചിട്ടുണ്ടാവും. അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുധം സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കി കൂട്ടിയിട്ടുള്ളത്, ഉപയോഗിക്കാൻ കൂട്ടിവെച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഇറാനായിരിക്കും. അതായത് ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് പറയുന്നത് ഇറാനായിരിക്കും. അതുകൊണ്ട് ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ പണിയാവുമെന്ന് അന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് പൊങ്കാല ചെയ്ത പലരും ഇന്നില്ല, അവരൊന്നും കാണാനില്ല. മാത്രമല്ല അന്ന് ഇറാന് പൊങ്കാലിട്ടുകൊണ്ടിരുന്നവരൊക്കെ ഇന്ന് ഇസ്രായേലിനെയും അമേരിക്കയും പൊങ്കാലിട്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ മിഡിൽ ഈസ്റ്റിന് മുഴുവൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. നഷ്ടം ഇറാന്റെ ബോംബിങ്ങിൽ മറ്റ് രാജ്യങ്ങൾക്ക് നഷ്ടമുണ്ട് എന്ന് പറയുമ്പോഴും വലിയ ഒരു ലാഭം ഉണ്ടായതെന്ന് വെച്ചാൽ അമേരിക്കയുടെ ബേസുകൾ, സൈനിക താവളങ്ങൾ മിഡിൽ ഈസ്റ്റിൽ എവിടേക്ക് ഉണ്ടായിരുന്നോ അത് മുഴുവൻ ഇറാൻ മൂച്ചോട് നശിപ്പിച്ചു, എല്ലാം ബോംബിട്ട് തകർത്തു. അവിടെയുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥർ, അമേരിക്കന്റെ ഉദ്യോഗസ്ഥർ, മിക്കവാറും ആൾക്കാർക്ക് അവിടെ നിന്ന് താമസം മാറ്റി, കുറെ പേർ കൊല്ലപ്പെട്ടു, ബാക്കിയുള്ളവരൊക്കെ പരിക്ക് പറ്റി, അവരെ ആശുപത്രിയിലാണ്. പിന്നെ ബാക്കിയുള്ളവർ അതിൽ ചിലരൊക്കെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി, മറ്റു ചിലർ ഹോട്ടലിൽ താമസമാണ്. ഈ പറയുന്ന ബേസുകളിൽ പണിയെടുക്കാനോ മറ്റു സാഹചര്യങ്ങളൊന്നുമില്ല. ഇനി എത്ര വർഷം കിടന്ന് പണിയെടുത്താലാണ് ഇനി അവിടെ ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റുക എന്നും അറിയില്ല. മാത്രമല്ല ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ രാജ്യങ്ങളിലേക്ക് ഇറാൻ കയറി ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഈ അമേരിക്കൻ ബേസുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അമേരിക്കൻ ബേസുകളെ പോലും സംരക്ഷിക്കാൻ കഴിവില്ലാത്ത, അത്ര സൈനിക ശേഷി തീരെ ഇല്ലാത്ത വെറും ഒരു തുക്കട രാജ്യമാണ് അമേരിക്ക എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇനി ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അമേരിക്ക പിന്തുണയ്ക്കുമോ അതോ ഇറാന്റെ സൈനിക ശക്തി വെച്ചുകൊണ്ട് അവിടെ ഒരുമിച്ച് നിൽക്കുമെന്ന് കണ്ടറിയണം. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ യുദ്ധത്തിൽ വലിയ നേട്ടമാണ് കൊയ്തത്. അതായത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ താവളങ്ങൾ മുഴുവൻ തകർക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നത് ചില്ലറ കാര്യമല്ല. ഈ യുദ്ധം കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇറാന്റെ സൈനിക മേധാവിത്വം ലോകം ഏറ്റുവാങ്ങാൻ പോകുന്ന കാഴ്ചകളാണ്. 37 കോടിയിലധികം രൂപ ചെലവുള്ള പ്രതിരോധ ആയുധങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയും ഇസ്രായേലും നശിപ്പിച്ചത് ഇറാന്റെ കേവലം 20 ലക്ഷം 30 ലക്ഷം രൂപ വിലയുള്ള ചെറിയ ചെറിയ ഡ്രോണുകളും അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ ഇത്രയധികം ചെലവിലും തങ്ങളുടെ രാജ്യം സംരക്ഷിച്ചു നിർത്താം എന്ന് തെളിയിച്ചിട്ടുള്ള ഇറാന്റെ ഈ യുദ്ധോപകരണങ്ങൾ, അതായത് മിസൈലുകൾ, ഈ ആധുനിക മിസൈലുകൾ അതൊന്നും പൊട്ടിച്ചു തുടങ്ങിയിട്ടില്ല. ആ ആധുനിക മിസൈലുകൾ, പിന്നെ ഈ പറഞ്ഞ ചെറിയ വിലയുള്ള ഡ്രോണുകൾ, ഇതിനൊക്കെ ഈ യുദ്ധാനന്തരം മറ്റു രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് വാങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശതകോടികൾ അവരുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ട, ഇറാന്റെ അതേ പാത പിന്തുടർന്നാൽ മതി. ഇറാന്റെ ആയുധങ്ങൾ അവർക്കതിന് ഉപകരിക്കും. അമേരിക്കയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക അവസ്ഥ മുഴുവൻ കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും. ഇറാനെ സംബന്ധിച്ചിടത്തോളം അതല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇറാന്റെ സാമ്പത്തിക അവസ്ഥ സൈനികമായി കൂടി അല്ലെങ്കിൽ അവരുടെ ആയുധ കച്ചവടത്തിൽ കൂടി ഒന്ന് വളരെയാണ് ചെയ്യുക. അതിന് പുറമെ ഉള്ളതാണ് ഹോർമൂസിലെ ടോള്. ഇതുവരെ ഹോർമൂസിൽ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചപ്പോൾ ഇപ്പൊ ഹോർമൂസിൽ ടോൾ ഏർപ്പെടുത്തി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഇറാന്റെ അധീനതയിൽ അവിടെ ടോൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ ഇറാനും അല്ലെങ്കിൽ ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളും ഒഴികെ മറ്റുള്ളവർക്ക് മുഴുവൻ ടോൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. അതായത് രണ്ട് രാജ്യങ്ങളുടെ അഹങ്കാരത്തിന് ലോകരാജ്യങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയാണ്. അത് മാത്രമല്ല ഇന്നത്തെ അവസ്ഥയിൽ
എണ്ണക്ഷാമം എന്ന് പറയുമ്പോഴും അത് മറ്റു രാജ്യങ്ങൾ വാങ്ങുന്നിടത്താണ്. പക്ഷെ ഇറാന്റെ കപ്പലുകൾക്ക് യാതൊരു പ്രശ്നമില്ല. ഇറാൻ അവർക്ക് താല്പര്യമുള്ളവർക്കല്ല എണ്ണ വിൽക്കുന്നുണ്ട്, അതും കൂടിയ വിലയ്ക്ക് തന്നെ വിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവർ പണം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ യുദ്ധം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ ഓൾ ഓവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക അവസ്ഥയും അവരുടെ നിലവിലുള്ള അവസ്ഥയും ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന രാജ്യം ഈ ലോകത്ത് ഒന്നിനും പറ്റാത്ത ജാമ്പവന്റെ കാലത്ത് ജീവിക്കുന്ന വെറും മതഭ്രാന്തിന്റെ നാടായിട്ടുള്ള ഒരു നാടാണ് എന്ന് പ്രചരിപ്പിച്ചിരുന്ന പ്രചരണത്തിൽ ജീവിച്ചിരുന്ന ഒരു ഇറാൻ ഇന്ന് ലോകത്തെ 1-ാം നമ്പർ ശക്തിയായി മാറി നിൽക്കുന്ന, അമേരിക്കയെ തറപറ്റിച്ച, അമേരിക്കന്റെ ബേസുകളെ പോലും അമേരിക്കയ്ക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന അവസ്ഥ. 2 കപ്പലുകൾ ഇറാനെ തകർക്കാൻ വേണ്ടി വന്നതാ. അതിലൊന്ന് കൊണ്ടുപോയി പണി കയറ്റിയിട്ടേക്കാം, ഒന്നിനെ കാണാനില്ല. അതായത് വന്നതുപോലെ ഓടിച്ചു വിട്ടു. ഇപ്പോൾ ഡീഗോകാഷിയിൽ പോലും പോയി. ഇപ്പൊ അമേരിക്കയിലും എന്തൊക്കെയോ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. അതായത് ചില്ലറക്കാരനല്ല ഇറാൻ എന്ന് ലോകത്തിന് മനസ്സിലായി. കേവലം 30 ദിവസങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഇറാൻ അറിയപ്പെട്ടിരുന്നത് വെറും ഷൂ, നമ്മൾ പറയില്ലേ അവൻ വേറെ ഷൂ ആണെന്ന് പറയില്ലേ, ആ നിലയിലാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി കേവലം 30 ദിവസം കൊണ്ട് ഇറാൻ അറിയപ്പെട്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണ്. അതായത് ഇറാനിലെ കുറെ തകർച്ചയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതുപോലെയല്ല ഇസ്രായേലിന് സംഭവിക്കുന്നത്, ഇസ്രായേലിനും അമേരിക്കയ്ക്കും സംഭവിക്കുന്നത്. അമേരിക്കയ്ക്ക് ലോകരാജ്യങ്ങളെ മുഴുവൻ സപ്പോർട്ട് ഇല്ലാതായി ഒരു സൈനിക ശക്തിയിൽ ഒന്നുമല്ലാത്ത ഒരു രാജ്യമായി അമേരിക്ക മാറി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, പലസ്തീനിലെ അല്ലെങ്കിൽ ഗസയിലെ കുരുന്നുകളെ കൊണ്ടുപോയിട്ട് ചെറിയ കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് കുട്ടികളാണ് എന്നൊരു പരിഗണന പോലുമില്ല, ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും ഇല്ലാതെയാണ് പീഡിപ്പിക്കാൻ മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അവരെ കൊന്നു കളഞ്ഞിരുന്നത്, അവരെ അത്രത്തോളം ക്രൂരമായി പീഡിപ്പിച്ചിരുന്നത്, ജയിലിൽ അടച്ചിരുന്നത്. യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് അവിടുത്തെ സ്ത്രീകളെ, ഗസയിലെ സ്ത്രീകളെ മുഴുവൻ അവർ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ആ രീതിയിൽ അതിൻ്റെയൊക്കെ തിക്തഫലമാണ് ഇപ്പൊ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഗസയിലെ കുട്ടികളുടെ കണ്ണുനീർ, ആ കണ്ണുനീരിന്റെ ഫലമാണിത് ഇപ്പോ ഈ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്ക ലോകത്ത് ആരുമല്ലാതായി, സൈനികമായി ആരുമല്ലാതായി തീർന്നിരിക്കുന്നു. ഇസ്രായേൽ ഈ ലോകത്ത് ഭൂപടത്തിൽ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നു. Different angles. Don't forget to subscribe and support this channel.